നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ചധികം നേരം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു പുറം കഴയ്ക്കുന്ന പോലെ അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രസാദ് വർക്കി എനിക്ക് സജസ്റ്റ് ചെയ്ത എക്സസൈസ് ആണ്. എനിക്കത് വളരെ ഇഫക്റ്റീവാണ്. നമ്മൾ തറയിൽ മാറ്റോ ഒരു പായോ വിരിച്ച് നീണ്ടു നിവർന്ന് കിടന്നതിന് ശേഷം വലത്തെ കാല് പരമാവധി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. എത്രമാത്രം സമയം നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം സമയം. പിന്നീട് ഇടത്തെ കാലും അതുപോലെ തന്നെ ചെയ്യാം. പിന്നീട് രണ്ട് കാലുകളും ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം നമ്മളുടെ അപ്പർ ബാക്ക് മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ തല മാത്രം ഉയർത്തിപ്പിടിക്കുക. പിന്നീട് രണ്ട് കാലുകളും തലയും ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുക. അത് തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് എളുപ്പമാവും. അപ്പോൾ നമ്മുടെ അപ്പർ ബാക്കും ലോവർ ബാക്കും ഒരുപോലെ സ്ട്രെച്ച് ആവും. അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർ ഈ എക്സസൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലെങ്കിലും 1-2 ദിവസങ്ങളിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാണിച്ച ആ സ്റ്റെപ്സ് ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ശരിക്കും അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോൾ റെഗുലറായിട്ട് ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ നഴ്സുമാരെ പോലെ റെഗുലറായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ വേറൊരു എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മുടെ മസിൽസിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ് കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും.